റോസിന് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ചളിമണ്ണാണ് കേട്ടോ. നമ്മളെ ഈ മണൽ കലർന്ന മണ്ണിൽ അത്ര നന്നായിട്ടൊന്നും റോസ് ഉണ്ടാവുമെന്ന് കാണുന്നില്ല. ഉണ്ടാകും, പക്ഷെ എന്നാലും ഇതിൽ കണ്ടില്ലേ പിന്നെ ഈ റോസുകളുടെയൊക്കെ സ്ഥിതി. അതിൻ്റെ റോസിലും പൂക്കൾ ചെറുതായിരിക്കും, അല്ലെങ്കിൽ ഇലകൾ നല്ല രീതിക്ക് തഴച്ച് വളരാത്ത അവസ്ഥ വരും. പിന്നെ അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ വരും കേട്ടോ. പിന്നെ പൂക്കളുടെ കളറിലും കുറേയൊക്കെ ഡിഫറെൻ്റായിട്ട് ഒരു ഫെയ്ഡായ കളർ പോലെ വരും. ഇത് നല്ല റോസായി, പേപ്പർ റോസ് എന്ന് പറയുന്നത് കണ്ടോ. അത് മനോഹരമായ റോസാണ്. ഇത് ഏത് മണ്ണിലും നന്നായിട്ട് വളരും കേട്ടോ. മുള്ളില്ല, കുറ്റിച്ചെടി പോലെ വളരുന്നതാണ് കേട്ടോ. കൊമ്പ് നട്ടുപിടിപ്പിക്കാനും നല്ലതാണ്. ആ റോസ് മാത്രമേ ഉള്ളൂ കൂട്ടത്തിൽ ഏറ്റവും നന്നായിട്ട് വളരുന്നത്, അതായത് ഹൈബ്രിഡ് റോസുകളുടെയൊക്കെ ഒരു കൂട്ടത്തിൽ. പക്ഷേ അതേപോലെ നാടൻ റോസുകളൊക്കെ നമുക്ക് ഏത് മണ്ണിലും ഉണ്ടായി കിട്ടും. മജന്ത കളറ്, പനിനീർ റോസ്, അതൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഉണ്ടായി കിട്ടും. പക്ഷേ ഹൈബ്രിഡ് റോസുകളെല്ലാം ഒന്നും നമുക്ക് നല്ല സക്സസ്ഫുള്ളായിട്ട് എല്ലാ മണ്ണിലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാലാവസ്ഥ ഒരു പ്രധാന ഘടകമാണ്. ഈർപ്പം നിറഞ്ഞ കാലാവസ്ഥയാണ് ഈ റോസിനൊക്കെ ഏറ്റവും ഇഷ്ടം. അതായത് വയനാട്, ഇടുക്കി, മൂന്നാറൊക്കെ പോലെയുള്ള സ്ഥലങ്ങളിൽ. അല്ലാത്തടത്ത് പിന്നെ നഴ്സറികളിൽ നിൽക്കുന്നതെന്ന് പറയാൻ, നഴ്സറി അവർ ഇറക്കുമതി ചെയ്യുന്നതാണല്ലോ. അതുപോലെ അതപ്പോൾ തന്നെ അവരെ കയ്യിൽ നിന്ന് വിറ്റ് പോവുകയും ചെയ്യും. പിന്നെ അതിൻ്റെ മണ്ണും അങ്ങനെയാണ്. പിന്നെ അവർ ഈ ഷീറ്റിൻ്റെ അടിയിലോ ഷെയ്ഡ് നെറ്റിൻ്റെ അടിയിലൊക്കെ വെച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്. കണ്ടില്ലേ ഈ റോസ് എന്ത് ഭംഗിയാണെന്നറിയാം, നല്ല വെളുത്തിട്ട് നല്ല നിറഞ്ഞ് പൂക്കൂട്ടോ. ഈ റോസ് എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന റോസാണ്. നിറച്ച് മുട്ടുണ്ടാവും, കുറ്റി ചെടി പോലെ ഉണ്ടാവുക, മുള്ളുമില്ല. അതാർക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് കേട്ടോ. എവിടെയും കണ്ടിട്ടുണ്ടെങ്കിൽ വിട്ട് കളയണ്ട, നല്ല രസമാണ്. ചട്ടിയിൽ ഒരുപാട് സ്ഥലം വേണ്ട. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിലുള്ള റോസുകളൊക്കെയാണിത്. അതിൻ്റെയൊക്കെ ഒരു അവസ്ഥയൊക്കെ ഏകദേശം ഇങ്ങനെ ആയി വരുന്നുണ്ട്. പിന്നെ റെഡ് പിനാക്റ്റ് നല്ല റോസാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് ജമന്തിപ്പൂക്കളൊക്കെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞു മണ്ണിൻ്റെ pH ലെവലിനനുസരിച്ച് കളറൊക്കെ മാറിയിട്ടാണ് പലപ്പോഴും വരൽ. ഒരേ കളറിൻ്റെ രണ്ട് കളറിലൊക്കെ വിരിയും, അതാണ് സ്ഥിതി. ഇത് പിന്നെ വയനാട്ടിൽ കാണുന്ന പോയിൻസെറ്റിയുടെ നാടൻ വെറൈറ്റി കേട്ടോ. ഒരു ചുരുണ്ട ഇലയിട്ട് മനോഹരമായൊരു ഇതാണ്. പിന്നെ ഇത് ചെമ്പരത്തികൾ, കുറച്ച് ചെമ്പരത്തിയൊക്കെ വിരിഞ്ഞ് തുടങ്ങി. പലതിലും മുട്ടുണ്ട്. തെച്ചൊക്കെ നിങ്ങൾക്കറിയാം എപ്പോഴും പൂവിടുന്ന സാധനമാണ്. അപ്പോൾ ഈ ചെമ്പരത്തിയൊക്കെ ഇനിയിപ്പോൾ ഒരുവിധം പൂക്കളും ചെടികളൊക്കെ നമുക്ക് ഈ സമയത്ത് പൂക്കാനും ഒക്കെ ഉള്ള ഒരു ടൈമാണ്. ഈ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് പൂക്കാനുള്ള മെച്ചറായ ചെടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ NPKയോ DAPയോ ഒക്കെ ചുവട്ടിലിട്ടിട്ട് നന്നായിട്ട് വെള്ളം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 3-4 മാസം നമ്മൾ നിറഞ്ഞ് പൂക്കാൻ സഹായിക്കും കേട്ടോ. കണ്ടോ കുറ്റിത്തെച്ചൊക്കെ എന്ത് മനോഹരമായിട്ടാണ് വിരിഞ്ഞിരിക്കുന്നതെന്നറിയോ. നിറച്ച് മുട്ടാട്ടോ. വലിയ കെയറൊന്നും വേണ്ടാതെ ഉണ്ടാകുന്ന ചെടികളാണ് ഇതൊക്കെ. കുറ്റിത്തെച്ചൊക്കെ കിട്ടാവുന്നിടത്തോളം കളറ് വാങ്ങി വെച്ചാൽ ഒരിക്കലും നശിച്ചു പോകില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. വലിയ തെച്ചി വാങ്ങി വെക്കാൻ നിങ്ങൾക്ക് സ്ഥലമില്ലെങ്കിൽ കുറ്റിത്തെച്ചി ചട്ടുകളിലൊക്കെ വളർത്താൻ എത്ര കുറഞ്ഞ സ്ഥലമാണെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് നമ്മളെ റോസിഡൻ്റെ റെഡാണ് കേട്ടോ. ഇത് വിരിയുമ്പോഴത്തേക്കും ഞാൻ